രാവിലെ ഇഡലി സാമ്പാറുമായിരുന്നു. പിന്നീട് ഒരു കാത്തോരം വെക്കുന്നുണ്ട്. അതിനായിട്ട് വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും സവാളയും അരിഞ്ഞിട്ട് തേങ്ങയും സവാള എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. പിന്നീട് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മാങ്ങ പെരുക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, എന്നിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക്. എനിക്ക് ആ മിക്സിയുടെ ജാറിൽ ഫുള്ളായിട്ട് ഒക്കാത്തതുകൊണ്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത്. എന്നിട്ട് ആ മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന്, മാങ്ങ ഒത്തിരി പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ഇച്ചിരി തരിതരിപ്പോടെ അരച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് കടുക് കൂടെ ഒരു 1 ടീസ്പൂണോളം കടുക് കൂടി ഇട്ട് ചതച്ചിട്ട് ആവശ്യത്തിനുള്ള തൈരൂടെ ചേർത്തിട്ട് നമുക്കിതിൽ കടുക് വറക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഈ അരച്ച മാങ്ങ ഇട്ട് കൊടുക്കണം, മാങ്ങ അരപ്പൂടെ. എന്നിട്ട് ഒത്തിരി തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ബീഫ് അച്ചാർ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.